ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ തവണ കൺസെൻസ് ഇൻ ഫെമിനിസം ആണ് നോക്കിയത്. ലെറ്റ്സ് മൂവ് ടു വേവ്സ് ഇൻ ഫെമിനിസം. 3 വേവ്സ് ആണുള്ളത്, 3 വേവ്സ് ആണ്. അല്ലെങ്കിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഫെമിനിസം ഡെവലപ്പ് ചെയ്ത് വന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലറിഷിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ത്രൂ 3 ഫേസസ് അല്ലെങ്കിൽ 3 വേവ്സ്. പിന്നെ ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് 1700 മുതൽ 1900 വരെയാണ്. ഓക്കെ, ഫസ്റ്റ് വേവ് ഫെമിനിസം 1700 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്താണ്. അപ്പോൾ നോട്ട്സിലേക്ക് നോക്കുവാണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ ലേറ്റ് 1700s ആൻഡ് ലാസ്റ്റഡ് ടിൽ ഏർലി 1900s. അപ്പം ഏകദേശം ഒരു 1700 അവസാനം മുതൽ 1900 വരെയുള്ള കാലഘട്ടത്താണ് ഫസ്റ്റ് വേവ് ഫെമിനിസം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. It was mainly focused on how male authors and novelists view and portrayed women in their work. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്ത് അല്ലെങ്കിൽ ഈ ഫസ്റ്റ് വേവ് ഫെമിനിസം ഫോക്കസ് ചെയ്തിരുന്നത് എങ്ങനെയാണ് ഹൗ മെയിൽ ഓത്തേഴ്സ് ആൻഡ് നോവലിസ്റ്റ് എങ്ങനെയാണ് ഒരു വിമൻ കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരുന്നത്, പോർട്രേറ്റ് ചെയ്തിരുന്നത്. ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് വേവ് ഫെമിനിസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അവർ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ മെയിൽ ഓത്തേഴ്സ് ആൻഡ് നോവലിസ്റ്റ് വ്യൂ ആൻഡ് പോർട്രേറ്റ് വിമൻ ഇൻ ദെയർ വർക്ക്സ്. അവരുടെ വർക്കുകളിൽ, അവരുടെ നോവൽസിൽ, അവരുടെ പോയംസിലൊക്കെ എങ്ങനെയാണ് സ്ത്രീകളുടെ റോൾ അല്ലെങ്കിൽ ഹൗ ഡിഡ് ഷീ അപ്പിയർ. ഓക്കെ, and it was also called the revolution against the unfair treatment of women by men of that time. അപ്പോൾ അതുപോലെ ആ ഒരു ടൈമിലെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ സ്ത്രീകളോടുള്ള അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് അല്ലെങ്കിൽ അവരോടുള്ളൊരു സമീപനത്തിനെതിരായിട്ടുള്ളൊരു റെവല്യൂഷനായിട്ടാണ് ഫസ്റ്റ് വേവ് ഫെമിനിസത്തിനെ കണക്കാക്കുന്നുണ്ട്. ക്രിറ്റിക്സ് കൺസിഡേർഡ് ദ വേ നോവലിസ്റ്റ് ഡിറ്റർമൈൻ ആൻഡ് മാർജിനലൈസ്ഡ് ദ മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അവർ മാർജിനലൈസ് ചെയ്ത ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ബുക്സ് എന്ന് പറയുന്ന 2 ബുക്സ് ഉള്ളത്, ഒന്ന് എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറഞ്ഞിട്ട് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിൻ്റെയും പിന്നെ ഒന്ന് സെക്ഷുവൽ പൊളിറ്റിക്സ്, കെയ്റ്റ് മില്ലറുടെ സെക്ഷുവൽ പൊളിറ്റിക്സ്. ഈ രണ്ടെണ്ണമാണ് പ്രധാനപ്പെട്ട ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് പറയുന്നത് ദ പീരിയഡ് ഈസ് ബിറ്റ്വീൻ 1700 to 1900. ഇപ്പം വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എയിം അല്ലെങ്കിൽ ദ എയിം ഓഫ് ഫസ്റ്റ് വേവ് ഫെമിനിസം വാസ് ടു ഡിസ്കസ് അബൌട്ട് ദ റോൾ ഓഫ് അല്ലെങ്കിൽ ദ പോർട്രയൽ ഓഫ് വിമൻ ക്യാരക്ടേഴ്സ് ബൈ ദ പാട്രിയാർക്കിക്കൽ സിസ്റ്റം ഓഫ് ലിറ്ററേച്ചർ. സെക്കൻഡ് വേവ് ഫെമിനിസം നോക്കുവാണെങ്കിൽ സെക്കൻഡ് വേവ് ഫെമിനിസം അതിൻ്റെ ഒരു പീരീഡ് 1960 to 1970 ആണ്, ഏകദേശം ഒരു 10 വർഷ കാലഘട്ടം. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഏർലി ഇൻ ദ 1960s ആൻഡ് കണ്ടിന്യൂഡ് ടിൽ ലേറ്റ് 1970s. ഇറ്റ് വാസ് ദ ടൈം വെൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഈക്വൽ വർക്കിംഗ് കണ്ടീഷൻ ഫോർ വിമൻ ആൻഡ് മെൻ വാസ് ഓൺ പീക്ക്. അപ്പം കാലഘട്ടത്തിന് വരുന്ന മാറ്റം നോക്കുക. ആദ്യം അവർ ബുക്സിൽ എന്തായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് വിമൻ അല്ലെങ്കിൽ സ്ത്രീകളെ പോർട്രേ ചെയ്തിരുന്നത് അല്ലെങ്കിൽ ചിത്രീകരിച്ചിരുന്നതാണെങ്കിൽ ഈ ഒരു 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ തുല്യത എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്ക് വരികയാണ്. എല്ലാ മേഖലയിലും ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഈക്വൽ വർക്കിംഗ് കണ്ടീഷൻ, ജോലി സ്ഥലത്താണെങ്കിലും അതുപോലെ തന്നെ അവകാശങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഈ 2 മേഖലയിലും അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ഇക്വാലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് വേവ് ഫെമിനിസത്തിൻ്റെ എയിം എന്ന് പറയുന്നത്. ദിസ് വേവ് ഈസ് ഓൾസോ കോൾഡ് ഗൈനോ ക്രിറ്റിസിസം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഈ ഒരു വേവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗൈനോ ക്രിറ്റിസിസം. ഇറ്റ് ഇൻക്ലൂഡ്സ് 3 മേജർ ആസ്പെക്ട്സ്. 3 ആസ്പെക്ട്സ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, എക്സാമിൻസ് ആൻഡ് റിക്കഗ്നൈസ് ദ വർക്ക് ഓഫ് ദ ഫീമെയിൽ റൈറ്റേഴ്സ് ആസ് ദെയർ പ്ലേസ് ഇൻ ദ ഹിസ്റ്ററി ആൻഡ് ഹൗ ദേ ആർ കൺസിഡർഡ് ഇൻ ദ ലിറ്റററി ഹിസ്റ്ററി. അപ്പോൾ ഒരു ക്യാരക്ടറിനെ, ഒരു ഫീമെയിൽ റൈറ്ററിനെ അവരുടെ റോൾ, അവരുടെ ഹിസ്റ്റോറിക്കലി അതേപോലെ തന്നെ എന്താണ് അവരുടെ പ്രസൻറ്റ്, അവരുടെ റോൾ എന്താണ് അല്ലെങ്കിൽ റോൾ ഓഫ് എ ഫീമെയിൽ റൈറ്റർ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് ആസ്പെക്ട് ഈസ് ബേസ്ഡ് ഓൺ ഹൗ എ വുമൺ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ വർക്ക് ഓഫ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഓത്തേഴ്സ്. അപ്പോൾ നോക്കുക, ഒരു സ്ത്രീ കഥാപാത്രം എങ്ങനെയാണ് ഒരു മെയിൽ റൈറ്ററിൻ്റെ ബുക്കിലും അതേപോലെ തന്നെ ഒരു ഫീമെയിൽ റൈറ്ററിൻ്റെ ബുക്കിലും അല്ലെങ്കിൽ ഒരു മെയിൽ ഓത്തറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലും ഫീമെയിൽ ഓത്തറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലും വരുന്നതെന്നാണ് സെക്കൻഡ് കൺസേൺ പറയുന്നത് അല്ലെങ്കിൽ സെക്കൻഡ് പോയിൻ്റ് പറയുന്നത്. ഇറ്റ് കൺസിഡേഴ്സ് ദ ട്രീറ്റ്മെൻറ്റ് ഗിവൺ ടു ദ വിമൻ ടു ലിറ്ററേച്ചർ. ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ലിറ്ററേച്ചറിൽ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ളൊരു പരിഗണന എന്ന് പറയാൻ പറ്റില്ല, അവരോടുള്ള സമീപനത്തെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഫീമെയിൽ റൈറ്റേഴ്സ് ഇൻ ദ കണ്ടന്റ് ഓഫ് വിമൻ എംപവർമെൻറ്റ് ആൻഡ് ക്രിറ്റിസൈസിങ് ദ വേ വിമൻ ഹാവ് ബീൻ ക്രിയേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പോൾ ഇവിടെ പല കൾച്ചേഴ്സിലും
ഒക്കെ ആയിട്ട് വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ച്, അതുപോലെ ഫീമെയിൽ റൈറ്റേഴ്സ് അവരുടെ കോൺട്രിബ്യൂഷനാണ് വിമൻ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് അവർ സ്വീകരിച്ച വഴികളെക്കുറിച്ചും, അല്ലെങ്കിൽ വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ വിമൻ റൈറ്റേഴ്സിൻ്റെ ഒരു റോൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ അനലൈസ് ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് ഫീമെയിൽ റൈറ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ ചരിത്രത്തിലെ സ്ഥാനം, അതേപോലെ തന്നെ ഇപ്പോഴുള്ളവരുടെ പൊസിഷൻ എന്താണ്. സെക്കൻഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു മെയിൽ റൈറ്ററിൻ്റെയും അതേപോലെ തന്നെ ഒരു ഫീമെയിൽ റൈറ്ററിൻ്റെയും വർക്കിൽ എങ്ങനെ ഒരു വുമൺ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ചിത്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തേർഡ് പോയിൻറ്റ് പറയുന്നത് ഒരു വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഫീമെയിൽ റൈറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അതിന് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വിമൻ എംപവർമെൻറ്റിന് നമുക്ക് എങ്ങനെ ലിറ്റററി വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എലൈൻ ഷോവാൾട്ടർ ഈ സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റ് പ്രപ്പോസ്ഡ് 3 phases ഇൻ എ ബുക്ക് എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ. അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റൈറ്ററാണ് എലൈൻ ഷോവാൾട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്ന് പറയുന്ന ബുക്കിൽ 3 phases പറയുന്നുണ്ട്. ഓക്കെ, 3 phases പറയുന്നുണ്ട്. അതായത് ഫെമിനിസത്തിൻ്റെ 3 phases പറയുന്നുണ്ട്. ദ ഫെമിനൈൻ ഫേസ്, ദ ഫെമിനിസ്റ്റ് ഫേസ് ആൻഡ് ദ ഫീമെയിൽ ഫേസ്. ദ ഫെമിനൈൻ ഫേസ് നോക്കുവാണെങ്കിൽ ദ ഫെമിനൈൻ ഫേസ് ഡിനോട്ട്സ് ദ ബിഹേവിയർ ഓഫ് വിമൻ റൈറ്റേഴ്സ് ഇൻ വിച്ച് ദേ ട്രൈ ടു അവോയ്ഡ് ഡിബേറ്റിംഗ് ആൻഡ് ക്വസ്റ്റനിങ് ഇൻ ദ പ്ലേസ് ഓഫ് വിമൻ ഇൻ ലിറ്ററേച്ചർ. ഇപ്പോൾ ഫെമിനൈൻ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ എതിർപ്പുകളില്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവരുടെ ഒരു വിമൻ റൈറ്റേഴ്സിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ദേ ട്രൈ ടു അവോയ്ഡ് ഡിബേറ്റിംഗ്. അപ്പോൾ അവർ തർക്കിക്കാൻ തയ്യാറല്ല, ആർഗ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല. അവരുടെ സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ, വാട്ട് ഈസ് ദർ റോൾ ഇൻ ലിറ്ററേച്ചർ, അവരുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ള ഒരു പൊസിഷൻ എന്താണോ എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഫെമിനൈൻ ഫേസിൽ. ദേ ഓൾസോ ട്രൈ ടു റൈറ്റ് എസ് മാൻ ബൈ എംപ്ലോയിങ് മെയിൽ സ്യൂഡോനിംസ് ഇൻ ദിസ് ഫേസ്. അപ്പോൾ അവിടെ ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ വാദിച്ച് ജയിക്കാനോ അവിടെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വുമൺ റൈറ്റർ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഓത്തർ തയ്യാറല്ല. പകരം നിലവിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് അതുമായിട്ട് ഇണങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു മാൻ സ്യൂഡോണിയം ചേർത്ത് അല്ലെങ്കിൽ ഒരു തൂലികാനാമം അല്ലെങ്കിൽ പെന്നയും ഒരു പുരുഷൻ്റെ പേരിലിട്ട് അവരത് എഴുതുന്നു. അപ്പോൾ അവിടെ ആരും അവരെ ഒരു വുമൺ റൈറ്റർ ആണെന്നുള്ള നിലയിൽ അവരെന്ത് ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് ഫേസ് ആണ്. ഇൻ ദിസ് ഫേസ് ഫീമെയിൽ റൈറ്റേഴ്സ് സ്റ്റാർട്ട് ക്രിറ്റിസൈസിങ് ദ വേ എ വുമൺ ഈസ് ട്രീറ്റഡ് ഇൻ ദ സൊസൈറ്റി ആസ് വെൽ ആസ് ഇൻ ദ ലിറ്ററേച്ചർ. അപ്പോൾ ഫെമിനിസ്റ്റ് ഫേസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഷീസ് റിവൈവ്ഡ് അല്ലെങ്കിൽ കുറച്ചൊന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ എന്താണ് എൻ്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ റൈറ്റർ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് എങ്ങനെയാണ് സമൂഹം അവളെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് ഒരു സ്ത്രീനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങുന്നൊരു കാലഘട്ടമാണ് ഫെമിനിസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ദ മെയിൻ തീം ഓഫ് ജെൻഡർ ക്രിറ്റിസിസം in the works by female writers in this phase is focused on the oppression of women in society. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ രചനകൾ അല്ലെങ്കിൽ വർക്ക്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാവും വിമൻ ഓപ്രഷൻ, സൊസൈറ്റിയിലെ വിമൻ ഓപ്രഷനെ കുറിച്ചായിരിക്കും അധികം ഇവർ ബുക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ദ തേർഡ് ഫേസ് ഈസ് ദ ഫീമെയിൽ ഫേസ് ആണ്. ഇൻ ദിസ് ഫേസ് വിമൻ റൈറ്റേഴ്സ് സ്റ്റാർട്ട് മൂവിങ് ദ വ്യൂ ഫ്രം ജസ്റ്റ് പ്രൂവിങ് ദ വിമൻസ് സ്റ്റാൻഡ് ടു ദ കോൺഫിഡൻസ് ഇൻ ദ വർക്ക്. അപ്പോൾ ഇവിടെ ഭയമില്ല, പേടിയില്ല, അവളുടെ അവകാശങ്ങളെ കുറിച്ചും അവളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവളുടെ റോളിനെക്കുറിച്ചും കൃത്യമായ ബോധമുള്ളത് കൊണ്ട് തന്നെ ഷീ ഈസ് റെഡി ടു റൈറ്റ്. ഒരു സെൽഫായിട്ട് എനിക്ക് എഴുതാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഞാനൊരു പരിഗണന അർഹിക്കുന്ന വ്യക്തിയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ബാക്ക് എന്നൊരു തിരിച്ചറിവിൻ്റെ പുറത്ത് സ്വന്തം കോൺഫിഡൻസോടുകൂടി എഴുതുന്ന ഒരു കാലഘട്ടമാണ് ഫീമെയിൽ ഫേസ് എന്ന് പറയുന്നത്. ദേ അസ്യൂം ദാറ്റ് വാട്ട് എവർ ദേ ഹാവ് റിട്ടൺ ഈസ് വാലിഡ് ആൻഡ് നീഡ് നോ അഗ്രസീവ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് സപ്പോർട്ട് ടു പ്രൂവ് ദ ഒത്തൻറ്റിസിറ്റി ഓഫ് ദർ വർക്ക്. അപ്പോൾ ഇവിടെ സ്വന്തം എഴുത്തിൽ വിശ്വാസം വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ എന്തെഴുതിയാലും അത് ശരിയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ അതൊക്കെ ശരിയാണ്, എനിക്ക് മറ്റാരുടെയും ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒത്തൻറ്റിസിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ എനിക്ക് ആരുടെ അപ്രൂവലോ ഒന്നും വേണ്ട. ഞാൻ എഴുതുന്നത് എൻ്റെ മാത്രം ശരികളാണ്, സോ എനിക്ക് എഴുതാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇതാണ് 3 ഫേസ് പറയുന്നത്. അപ്പോൾ ഫെമിനൈൻ ഫേസിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ തയ്യാറല്ല, എൻ്റെ റോൾ എന്താണോ അതനുസരിച്ച് ഞാൻ നിൽക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ള കാലഘട്ടമാണ്. ഫെമിനിസ്റ്റ് ഫേസ് ആകുമ്പോഴേക്കും അവളുടെ അവകാശങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ്
അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാലഘട്ടമാണ്. അതിനെതിരായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അവളുടെ അവകാശത്തെ ഹനിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാലഘട്ടം. ആൻഡ് ഫൈനലി ഫീമെയിൽ ഫേസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പെണ്ണായിട്ടാണ് നിൽക്കുന്നത്. അവളുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി വളരെ സ്ട്രോങ് ആയിട്ട് സ്വന്തം രചനകളിൽ ഏർപ്പെടുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ തേർഡ് വേവ് ഫെമിനിസമാണ്. തേർഡ് വേവ് നോക്കുവാണെങ്കിൽ 1900 to 2012. അപ്പം 1900 മുതൽ 2012 വരെയുള്ളൊരു കാലഘട്ടമാണ്. അതിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കാലഘട്ടം അല്ലെങ്കിൽ പ്രസൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും 2012 വരെയുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ സ്റ്റാർട്ടഡ് ഇൻ early 1990s ആൻഡ് കണ്ടിന്യൂഡ് അൻറ്റിൽ ദ ഫോർത്ത് വേവ് സ്റ്റാർട്ടഡ് ഇൻ ദ 2012. അപ്പോൾ 1900 മുതൽ 2012 വരെ. അപ്പോൾ 2012 ശേഷം ഫോർത്ത് വേവ് ഫെമിനിസമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്താണ് എന്തെന്ന് പറയുന്നത് തേർഡ് വേവ് ഫെമിനിസം എന്ന് പറയുന്നത്. ദ ഫെമിനിസ്റ്റ് കൺസിഡർ ദ റോൾ ഓഫ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് അതർ മൂവ്മെൻറ്റ്സ് ഡ്യൂറിങ് ദ സെക്കൻഡ് വേവ് ബട്ട് ദേ സീ ഫെമിനിസം ഫ്രം ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇവിടെ അവകാശങ്ങളും എല്ലാം അല്ലെങ്കിൽ അവരുടെ റോളിനെ കുറിച്ചും എല്ലാം അവബോധമുള്ളവരാണ്. ദേ ആർ കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. അതേസമയം തന്നെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാട്, ഫെമിനിസത്തെക്കുറിച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്നൊരു ഫേസാണ് അല്ലെങ്കിൽ വേവാണ് തേർഡ് വേവ് ഫെമിനിസം എന്ന് പറയുന്നത്. ദ എംഫസിസ് ഓൺ ദ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആസ് വെൽ ആസ് ദ അക്സെപ്റ്റൻസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ റൈറ്റ്സിനാണ്, സ്വന്തം അവകാശങ്ങളെക്കുറിച്ചുള്ളതാണ്. അതുപോലെ തന്നെ അക്സെപ്റ്റൻസ്, എൻ്റെ ഡൈവേഴ്സിറ്റീനെ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ എൻ്റെ കുറവുകളായിരിക്കാം, ആ കുറവുകളെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അതിനെ അവൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ കറുത്തവളാണെന്ന് പറഞ്ഞാൽ അവൾ മാറ്റി നിർത്തുകയല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ അവളുടെ പോസിറ്റീവ്സിനെ അല്ലെങ്കിൽ നെഗറ്റീവ്സിനെ എന്തോ ആയിക്കോട്ടെ, അവളുടെ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അവളുടെ ഒരു വിഭിന്നതയെ അംഗീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഓരോ വ്യക്തിക്കും ഉണ്ട്, വ്യക്തിപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് എന്നതിലുപരി അല്ലെങ്കിൽ ഒരു സാമൂഹികമായിട്ടുള്ളൊരു എന്നതിൽ നിന്ന് മാറി ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വേവാണ് തേർഡ് വേവ് ഫെമിനിസം എന്ന് പറയുന്നത്. മെനി ഓത്തേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ദെയർ വർക്ക്സ് ഡ്യൂറിങ് ദിസ് വേവ്. ഇപ്പോൾ ഒരുപാട് വർക്ക്സ് ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ദ റൂട്ട്സ് ഓഫ് തേർഡ് വേവ് ഫെമിനിസം ആർ ഇൻ ദ പങ്ക് സബ് കൾച്ചർ മൂവ്മെൻറ്റ് കോൾഡ് എ റൈറ്റ് ഗേൾ ദാറ്റ് വാസ് started in the early 1990s in the Olympia, Washington. ഇപ്പോൾ ഇവിടെ വേറെ വരുന്നൊരു ടേമാണ് പങ്ക് സബ് കൾച്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡുണ്ട്, ഭയങ്കര സൗണ്ടിലുള്ള മ്യൂസിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഡാൻസ് ചെയ്തിട്ടും, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഐഡിയസ്, തെരുവ് നാടകം പോലെയുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഫ്ലാഷ് മോബ് പോലെയുള്ള ഒരു ഐഡിയയിലൂടെ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പങ്ക് സബ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള എന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു സമൂഹത്തിൻ്റെ അട്രാക്ഷൻ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ഡിഫറെൻ്റായിട്ട് ചെയ്യുന്ന ഒരു കൾച്ചറാണ്. എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ഇതാണ് പങ്ക് സബ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഐഡിയ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഭയങ്കര സൗണ്ടിലുള്ള ഫാസ്റ്റായിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഡിഫറെൻ്റായിട്ട് അതിനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇത് 1990s ഒളിമ്പിയയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റൈറ്റ് ഗേൾ മൂവ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് വിത്ത് ദ പേർപ്പസ് ടു ബ്രിങ് ദ കോൺഷ്യസ് ആൻഡ് പൊളിറ്റിക്സ് ടുഗെദർ ബൈ മീഡിയം ഓഫ് പങ്ക് സ്റ്റൈൽ സബ് കൾച്ചർ. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്, എൻ്റെ സെൽഫ് കോൺഷ്യസ്, ഇതിനെയൊക്കെ ഒരു അല്ലെങ്കിൽ പങ്ക് സ്റ്റൈൽ സബ് കൾച്ചറിലൂടെ അവതരിപ്പിക്കുകയാണ്. ഞാനിപ്പം എന്ത് ഡ്രസ്സ് ഇടണം എന്ന് തീരുമാനിക്കുന്ന സമൂഹമല്ല, ഐ ഷുഡ് ഡിസൈഡ് അല്ലേ. അപ്പം ഞാനത് എൻ്റേതായ രീതിയിൽ ഞാനത് അവതരിപ്പിക്കും. അപ്പോൾ എൻ്റെ ആശയങ്ങൾ ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ അത് മറ്റുള്ളവർ ചിലപ്പോൾ വിമർശിച്ചേക്കാം. അപ്പോൾ ആ ഒരു വിമർശനങ്ങളെ എന്നും മൈൻഡ് ചെയ്യാണ്ട് പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരെയും പേടിക്കാണ്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ദ റൈറ്റ് ഗേൾ ആൻഡ് ആക്ഷൻ ഗേൾ ന്യൂസ് ലെറ്റർ ബൈ സാറ ഡയർ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോർമേറ്റിംഗ് ദ ഐക്കണോഗ്രഫി ആൻഡ് സ്റ്റൈൽ ഫോർ ദ മൂവ്മെൻറ്റ് ഫോർ വിമൻ. അപ്പോൾ ഇവിടെ സാറ ഡയർ എന്ന് പറയുന്നൊരു റൈറ്ററിൻ്റെ 2 വർക്ക്സ്, ദ റൈറ്റ് ഗേളും അതുപോലെ തന്നെ ആക്ഷൻ ഗേൾ ന്യൂസ് ലെറ്റർ, ഈ 2 വർക്കും ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള 2 വർക്ക്സാണ്. These developments collectively defined the third wave feminism and motivated other feminists to work in their contents. അപ്പോൾ ഇത്രയാണ് തേർഡ് വേവ് ഫെമിനിസത്തിൽ പറയുന്നത്. അപ്പോൾ 2012 ശേഷമുള്ളത് ശരിക്കും ആക്ച്വലി ഫോർത്ത് വേവ് ഫെമിനിസം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
അപ്പോൾ അതൊരു ഇപ്പം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നമുക്കുള്ള എതിരെയുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ സാമൂഹിക വിപത്തുകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഫോർത്ത് വേവ് ഫെമിനിസത്തെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ 3 വേവ്സാണുള്ളത്. ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ് ആൻഡ് തേർഡ് വേവ്. അതിൽ സെക്കൻഡ് വേവിൽ 3 ഫേസസ് പറയുന്നുണ്ട്. ഒരു ഫെമിനൈൻ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു ഫെമിനൈൻ എങ്ങനെ ഒരു ഫീമെയിലായിട്ട് മാറുന്നു എന്നുള്ള 3 ഘട്ടങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്.